ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറൊരാൾക്ക് സീറ്റ് കൊടുത്ത് വേറൊരാളെ നിർത്തി ജയിപ്പിക്കാം എന്നാണ് UDF വിചാരിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകത്തില്ല, നടക്കത്തില്ല. പാലക്കാട്ടിലെ ജനങ്ങൾ ശോഭ സുരേന്ദ്രനെ ജയിപ്പിച്ചു കൊടുത്തുള്ളൂ. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇപ്പം ഈ UDF കാണിക്കുന്ന ഈ മണ്ടത്തരം അവിടെ BJPക്ക് ഒരു സീറ്റ് കൊടുക്കാനുള്ളൊരു കളിയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ശോഭ സുരേന്ദ്രൻ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജയിച്ചു. ഇനി പിഷാരടി അവിടെ ഇറങ്ങേണ്ട കാര്യമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വ്യക്തി ഇപ്പം പിഷാരടി ഇപ്പം റീസെൻ്റായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്തുവാടെ ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പം ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരിക്കാം കോൺഗ്രസ് ഇപ്പം ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനം അധികാരത്തിൽ വരാനായിരിക്കാം. ശരിയായിക്കോട്ടെ, കോൺഗ്രസ് പ്രസ്ഥാനം അധികാരത്തിൽ വന്നോട്ടെ. വരുന്നതിൽ ഇപ്പോൾ ഈ ആര് മാറി എല്ലാവരും ആഗ്രഹിക്കുന്ന വെച്ചാൽ ഭരണം മാറി വരണം. ഒരു തുടർ ഭരണം ഇപ്പം തന്നെ LDF ഇപ്പം തുടർ ഭരണം ആരംഭിച്ച് 10 കൊല്ലം കൊണ്ട് LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് അടുത്ത UDF വന്നു കഴിഞ്ഞാൽ എന്താണ് കാഴ്ചവെക്കുന്നത്. UDF കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുമോ എന്നൊക്കെ. UDF തന്നെ പെൻഷൻ ഇപ്പം 1000 രൂപ കൂട്ടും, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 1000 രൂപ കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം അടുത്ത 5 കൊല്ലം ഇവർ ഭരിക്കട്ടെ, അടുത്ത 5 കൊല്ലം മറ്റൊരു ഭരിക്കട്ടെ എന്നൊരു ആഗ്രഹമാണ്. എല്ലാവരും മാറി വരണം. ഒരാൾ മാത്രം ഭരിച്ചാൽ പോരാ, എല്ലാവരും മാറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിന് വികസനം ഉണ്ടാവും. പക്ഷേ ഇവിടെ പാലക്കാട്ടിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എൻ്റെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ കോൺഗ്രസ് തോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന്. ഞാനൊരു കാൺപെട്ടെ, ഈ എല്ലാ ആളുകളും പറഞ്ഞ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചോര നീരാക്കി പണിയെടുത്തിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് തഴഞ്ഞിട്ട് വേറെ ഇന്നലെ വന്ന അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരാളെ കയറ്റി നിർത്തുമ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലല്ലേ ഈ പ്രസ്ഥാനം ഉള്ളൂ. അല്ലാതെ വെറുതെ ഒരു പ്രസ്ഥാനം ആവത്തില്ലല്ലോ. ആ പ്രസ്ഥാനം ആവണമെങ്കിൽ അങ്ങനെ ആ പ്രസ്ഥാനത്തിനെ ആക്കിയ ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടി പിടിച്ച് ലാത്തി ചാർജ് കൊണ്ട് അടികേറ്റ് വെയിലത്തും മഴയത്തും പൊരുതിയ ആളുകളുണ്ട്. അവരെയും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനം കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാണ് പറയുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് മാറ്റി പാലക്കാട് നിന്ന് സീറ്റ് കൊടുക്കാതെ വേറൊരാളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അത് ഈ ഇലക്ഷന് UDFന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും പാലക്കാട്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ അന്ന് തൊട്ട് ഞാൻ രാഹുലിനെ ഈ ഒരു കാര്യത്തിൽ പിന്തുണയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കത് മാറ്റി പറയാൻ സാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും പറയുന്ന പോലെ ഒരു ഫാദറേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാനത് മാറ്റി പറയത്തില്ല. രാഹുലിനെ അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കാൻ പോകുന്നില്ല. 8 നിലയിൽ പൊട്ടുവാനകത്ത് യാതൊരു സംശയമില്ല. ഞാനിവിടെ രമേശ് പിഷാരടി വാഗ്ദാനങ്ങൾ കേട്ടാണ് എനിക്ക് ചിരി വന്നത്. ഞാൻ പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്കായെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. മമ്മൂക്കായ എന്തോ എല്ലാവരും കാണാൻ നടക്കുവാണ്. മമ്മൂക്ക എന്താ പാലക്കാട് മമ്മൂക്ക വരാതെ കാല് കുത്താതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പാലക്കാട് മമ്മൂക്ക വന്നിട്ടുണ്ട്, പാലക്കാട്ടുകാർ മമ്മൂക്കായെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണോ വാഗ്ദാനങ്ങൾ? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കായെ പാലക്കാട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഒരു ജനപ്രതി പറയേണ്ട കാര്യങ്ങളൊക്കെയാണോ ഇത്? എന്നിട്ട് പിഷാരടി പറഞ്ഞ എന്താണ്, രാഹുലും ഷാഫിയും അവിടെ ചെയ്തു കൂട്ടിയ നന്മകൾ അത് പിന്തുടരും എന്നൊക്കെയാണ് അപ്പം അവരൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി അവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പം രമേശ് പിഷാരടിക്കും അറിയാം, ഈ ഒരു പ്രസ്ഥാനത്തിലും അറിയാം. അല്ലെ രമേശ് പിഷാരടിക്ക് മത്സരിക്കാമെങ്കിൽ വേറൊരു മണ്ഡലത്തിൽ മത്സരിക്കാമായിരുന്നു. പാലക്കാട് സീറ്റ് നൽകിയപ്പം രമേശ് പിഷാരടിക്ക് അത് പറയായിരുന്നു. കാരണം രാഹുലിനെ അപ്പം ഇവർക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാനും രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിച്ച് സോൾവ് ചെയ്യാനൊക്കെ സമയമുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവരൊന്നും അതിന് മുതിർന്നില്ല, അതിന് വഴങ്ങിയില്ല. അപ്പം രാഹുൽ എന്നൊരു വ്യക്തിയെ പുറത്താക്കാനൊക്കെ ഉള്ളൊരു അജണ്ട ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് ഇടയിൽ തന്നെ ഒരു സത്യമാണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അതിനുശേഷം ഞാൻ അതിനകത്തൊരു വോയിസ് വയ്ക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചാണ്. അതൊന്നും കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ 2x സ്പീഡിലാണ് അത് ആ ഒരു വോയിസ് ഇട്ട് നിങ്ങളെ കേൾപ്പിച്ചത്. അതിൻ്റെ ഒറിജിനൽ വോയിസ് ഞാൻ ഇന്ന് ഇവിടെ വയ്ക്കാം. സ്പീഡൊന്നും കൂട്ടിയിടാത്ത, സ്ലോ ഒന്നും ചെയ്യാത്ത ഒറിജിനൽ വോയിസ് ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട്ടെ KSU പ്രവർത്തകൻ്റെ വാക്കുകളാണ്. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടി പിടിച്ചും അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അടിയേറ്റും ഒരുപാട് പ്രവർത്തകർ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിനെ നെഞ്ചിലേറ്റി ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വെയിലത്തിറങ്ങി പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. യൂത്ത് കോൺഗ്രസ്സിലായിക്കോട്ടെ, KSUലായിക്കോട്ടെ, ഇവരൊക്കെ ഉണ്ടല്ലോ.
ഇവരെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിലാണ്. ഇപ്പം ഈ ഷാഫി പറമ്പിൽ, എനിക്ക് ഷാഫി പറമ്പിൽ ഇന്നത്തെ ആ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി, ഷാഫി പറമ്പിലും കൂടെ ചേർന്നിട്ടാണോ രാഹുലിനെ ഒതുക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ ഷാഫിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്, ഷാഫിക്കെതിരേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്നത്തെ ഒരു കണ്ടപ്പോഴത്തേക്ക് ഷാഫി പറഞ്ഞ എന്താണ്, കോൺഗ്രസിൻ്റെ ഒന്നുമില്ലാതിരുന്ന കാലത്തും ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് നിന്നൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി, അതുകൊണ്ടാണ് സീറ്റ് കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എത്ര ആളുകളുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് പൊരുതുന്നത്? ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര ആളുകളുണ്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് അവിടെ നിർത്തൂ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഒരു KSUവിൻ്റെ ഒരു പ്രവർത്തകനെ, ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചോര നീരാക്കി പണിയെടുത്ത ഒരു പ്രവർത്തകനെ നിങ്ങൾ അവിടെ പിടിച്ചു നിർത്താഞ്ഞത്? പാലക്കാട് എന്തുകൊണ്ട് പിടിച്ചു നിർത്തില്ല? എത്രയോ കോൺഗ്രസ്സുകാർ ഈ 10 കൊല്ലം കൊണ്ട്, എത്രയോ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എത്രയോ യുവാക്കൾ ഈ 10 കൊല്ലം കൊണ്ട് ചോര നീരാക്കി പണിയെടുക്കുന്നുണ്ട്. അവരെ എന്താണ് പിടിച്ചു നിർത്താത്തത്? അവിടെ എന്താ അവർക്കെന്താണ് പാലക്കാട് ഒരു സീറ്റ് കൊടുക്കട്ടെ? അപ്പോൾ അതൊന്നുമല്ല, ഇതിൻ്റെ കളി വേറെയാണ്. ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുക, അതാണ് ഇതിൻ്റെ അജണ്ട. അപ്പോൾ എന്തായാലും ഞാൻ രമേശ് പിഷാരടിക്ക് പറയാനുള്ളൊരു മാധ്യമങ്ങളോട് രമേശ് പിഷാരടി സംസാരിക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കേ. അതവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. വിവാദങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, പ്രചരണം കൂടുതൽ ജനങ്ങളെ കാണുക, പരിചയപ്പെടുക, നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. പ്രചരണത്തിന് അങ്ങനെ പ്രത്യേക തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്ന ആളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയത് ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാടിലെ ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിൻ്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കുക എന്നുള്ളൂ. എന്നാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകാനുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്ത. ഓക്കെ, രമേശ് പിഷാരടി പറഞ്ഞു കേട്ടല്ലോ. പിന്നെ ഇവിടെ രമേശ് പിഷാരടി നിർത്തിക്കുമോ? കുഴപ്പമില്ല. പക്ഷേ രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നാൽ പിന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുത്തില്ല. ഇവിടെ കോടതി വിധി വന്നതാണ്, രാഹുൽ തെറ്റുകാരനല്ല. കോടതി രാഹുലിന് ജാമ്യം വരെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പരിപാടികളാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം, ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അപ്പം എന്തുകൊണ്ട് രാഹുൽ സീറ്റ് കൊടുക്കണ്ട? സീറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒന്ന് പാർട്ടിയിൽ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെങ്കിലും കൊടുക്കാം. അതുപോലും എന്താ ചെയ്യാത്തത്? അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, രാഹുലിനെ ഇവർക്കൊക്കെ പേടിയാണ്. രാഹുലിനോടുള്ള അസൂയ, പുള്ളി ഓരോ ദിവസവും കൂടുന്തോറും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണയുണ്ടല്ലോ കൂടുന്ന കണ്ടിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പൊട്ടുവാണ്, പലർക്കും പൊട്ടുവാണ്. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഞാനിനി രമേശ് പിഷാരടി ഇപ്പം നിങ്ങൾ കണ്ടു,
ഷാഫി പറമ്പിൽ പറയുന്നതും കൂടെ ഞാൻ ഇവിടെ വെച്ചുതരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഷാഫി പറമ്പിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഷാഫിക്ക് ഒരു തീരുമാനം എടുക്കാമല്ലോ. ഷാഫി പറമ്പിലിനും ഇതിനെ പറ്റിയിട്ട് ഈ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാഫി പറമ്പിലൊന്നും വലിയ ഒരു സംസാരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഷാഫി പറമ്പിലും ഇവരൊക്കെ ഇപ്പം മൂട് താങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഈ ലീഡേഴ്സ് എന്ന് നടക്കുന്ന ആളുകളുടെ മൂട് താങ്ങി നടക്കേണ്ട ഒരു ഇതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് ഇതുവരെ എവിടെയും ഒരു സീറ്റ് പ്രഖ്യാപിച്ചില്ല. ഈ പാലക്കാട് ഒന്നും വേണ്ട, സന്ദീപ് വാര്യർക്ക് പാലക്കാട് കൊടുത്താൽ മതിയായിരുന്നു. ശോഭയ്ക്കെതിരെ ഒരു എതിരാളി പിഷാരടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ശോഭ സുരേന്ദ്രന് ഒരു എതിരാളിയായിട്ട് പിഷാരടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് സന്ദീപിനെ കൊണ്ടിട്ടാണെങ്കിൽ പിന്നെങ്കിലും ഒരു എതിരാളി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. സന്ദീപിനും സീറ്റില്ല. ഇപ്പോൾ തന്നെ രമേശ് പിഷാരടി അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, എന്താണ് ഇപ്പോൾ സമയപരിമിതി, ഇനി പ്രചരണത്തിന് ഇറങ്ങാനുള്ള സമയമില്ല. കാരണം എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇറങ്ങി പ്രചരണത്തിനൊന്നും നടക്കുന്നില്ല. വെയിലും മഴയും കാറ്റൊന്നും ഞാൻ കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങളങ്ങ് വോട്ട് ചെയ്യുക. എന്തുവാടെ ഇങ്ങനെയാണോ അവിടെ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങി ഓരോ വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കണം. പിഷാരടിയെ കൊണ്ട് സാധിക്കൂ? ഇല്ല. AC റൂമിലും AC ക്യാരവാനിലും ഇരുന്ന് ഷൂട്ടിങ്ങിൽ സെറ്റുകളിലേക്ക് മാറി മാറി പോകുന്ന, AC വണ്ടികളിൽ ഇരുന്ന് പോകുന്ന, AC റൂമുകളിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന പിഷാരടിക്ക് സാധിക്കുമോ? ഇല്ല, സാധിക്കത്തില്ല. അത് പിഷാരടി പറയാതെ തന്നെ പറഞ്ഞു, ഞാനിനി ഇറങ്ങുന്നില്ല, സമയപരി എവിടെ ഇഷ്ടം പോലെ പ്രചരണത്തിനാണ് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങളൊരു 10 വീട് കയറി കാണിക്കുക, 10 വീട് കയറി കാണിക്കുക, നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ രാഹുലിനെ പോലെയുള്ള ആളുകൾ 10 അല്ല 50 വീടുകൾ ഒരു ദിവസം കയറി പ്രചരണം നടത്തും. അതാണ് രാഹുലിനെ പോലെയുള്ള ആളുകളുടെ കഴിവ്. ഓക്കെ, ഇനി ഞാനിവിടെ അതിനു മുമ്പ് ഇവിടെ ഒരു പോസ്റ്റ് PC പുലാമന്തോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് ID യിൽ നിന്ന് പുള്ളി പങ്കുവച്ചൊരു പോസ്റ്റ്. പുള്ളി കട്ടായി പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് തോന്നുന്നു. ജനിച്ചു വീണത് കോൺഗ്രസ് ആയി, മരിക്കുന്നതും കോൺഗ്രസ് ആയി തന്നെ വേണമെന്ന് ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ഷാഫി പറമ്പിലിൻ്റെ കൂടെ നിന്നുള്ളൊരു ഫോട്ടോയൊക്കെ, കവർ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ID ആണ്. അപ്പം ആ ID യിൽ നിന്ന് പോസ്റ്റ് ചെയ്തൊരു കാര്യം ഞാൻ വായിക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഒന്നുകൂടെ KSU പ്രവർത്തകൻ്റെ ആ ഒരു പ്രതിഷേധം ഞാൻ വെച്ച് തരാം. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സ്പീഡൊന്നും ഇടാതെ നോർമലായിട്ട് ഒരു സ്പീഡും ഒരു എഡിറ്റിങ്ങും ചെയ്യാതെ ആ വ്യക്തിയുടെ വോയിസ് ഞാനൊന്ന് വെച്ച് തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കാം. KSU പ്രവർത്തകനാണ്. ആ വ്യക്തി പറയുന്ന കാര്യം എന്തോ ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്, എന്തോ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചാണ്, ഞാൻ ഒന്നുകൂടെ വെച്ച് തരാം. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് ഈ 10 കൊല്ലം ഇവരൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലിരുന്ന് പ്രവർത്തിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അവസരം കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി പരിഗണിക്കും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടല്ലേ. പക്ഷെ എന്താ ചെയ്യുക? എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക. അതിന് ശേഷം ഞാൻ മറ്റേ പുള്ളിയുടെ പോസ്റ്റും കൂടെ ഒന്ന് വായിക്കാം. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് പുള്ളി എഴുതിയൊരു പോസ്റ്റാണ്. പിഷാരടിയെ മത്സരിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇന്നാളെ മത്സരിപ്പിക്കേണ്ട എന്നല്ലാന്ന് ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് തല്ലുകൊണ്ട് 10 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന ആൾക്കാരല്ലേ. ഇവരൊന്നും സിനിമാ നടന്മാരോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളല്ല സുഹൃത്തെ. ഇതൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട്, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ച്, പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച്, പാർട്ടിയുടെ പോസ്റ്റിലിരുന്ന് പാർട്ടിക്കാരനായിട്ട് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് ഈ പറയുന്ന രീതിയിലേക്ക് പാർട്ടിക്ക് കിട്ടാവുന്ന എല്ലാ ദോഷവശങ്ങളും അനുഭവിച്ചു നിന്ന ആളുകളാണ്. അവരൊക്കെയാണ് ഈ പറഞ്ഞ സിനിമാ നടന്മാരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണത്. വളരെ അതുപോലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പോട്ടെ, അതൊന്നും വേണ്ടെന്ന്. ആ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് മത്സരിപ്പിക്കാതെ അവിടെ, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ മത്സരിപ്പിക്കട്ടെ അവിടെ. അതൊക്കെയല്ല അന്തസ്. ഇവിടെ CPM എത്ര ആൾക്കാർ അവിടെ മത്സരിച്ച് സിനിമാ നടന്മാരവിടെ മറ്റേ ഈ പറഞ്ഞ കേരളത്തിൽ മത്സരിച്ച് MLA ആയിട്ടുള്ളത്. ഭൂരിഭാഗം വരുന്ന നിയമസഭ MLA ആരെങ്കിലും ഒരാളെ നമുക്കറിയണ്ട. അവിടെ ലോക്കലായിട്ട് നിൽക്കുന്ന അവിടുത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാര്, ബ്രാഞ്ച് സെക്രട്ടറിമാര്, മറ്റേ ഈ പറയുന്ന DYFIയുടെ ആൾക്കാർ, മറ്റുള്ളവർ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെയാണ് അവിടുത്തെ MLA-മാരായിട്ട് വരുന്നത്. പിഷാരടിയെ മത്സരിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇന്നാളെ മത്സരിപ്പിക്കേണ്ട എന്നല്ലാന്ന് ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് തല്ലുകൊണ്ട് 10 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന ആൾക്കാരല്ലേ. ഈ പാർട്ടിക്ക് വേണ്ടി ഈ പറഞ്ഞ വഴി കൊടി പിടിച്ചും പോസ്റ്റ് ഒട്ടിച്ചും മറ്റേ ചായക്കടകളിൽ പോയിട്ട് നേതാക്കന്മാരുടെ മറ്റേ
തൊള്ളേ തോന്നി വിളിച്ചു പറഞ്ഞത് മൊത്തം ന്യായീകരിച്ച് ഈ പാർട്ടിക്കൊപ്പം ഇക്കണ്ട കാലം നിന്ന് ഈ പറയുന്ന നേതാക്കന്മാരുടെ തലതിരിഞ്ഞ വർത്താനങ്ങളും മൊത്തം അനുഭവിച്ച് അതിന്റെ പോരായ്മകളെല്ലാം അനുഭവിച്ച് കഷ്ടപ്പാട് അനുഭവിച്ച് പണ്ടാറടങ്ങി നിൽക്കുന്ന ഈ പറയുന്ന പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കട്ടെ. പിഷാരടിക്ക് ഇതല്ലെങ്കിൽ വേറെ അവസരം കൊടുക്കാന്ന് പറയുന്ന അവരുടേതായ മറ്റേ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ട് ഇരുത്തി അതൊക്കെ ആയിക്കോട്ടെ. സീറ്റിലേക്ക് പരിഗണിക്ക പോലും ചെയ്യുന്നില്ലല്ലോ ബാക്കിയുള്ളവരെ. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മത്സരിപ്പിച്ചൂടെ? എന്താ ജയഘോഷ് മോശ? DCC പ്രസിഡന്റ് മത്സരിപ്പിച്ചൂടെ? തങ്കപ്പേട്ടൻ മോശമാണോ? അല്ല KS ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിനെ മത്സരിപ്പിക്കട്ടെ, എന്താ മോശമാണോ? അങ്ങനെ മത്സരിപ്പിക്കാനായിട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ലല്ലോ. മത്സരിക്കാൻ ആളെ കിട്ടാത്ത സ്ഥലമാണോ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, KS ജില്ലാ പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ഇവരെക്കാൾ കൂടുതലൊക്കെ ആയിട്ടുള്ള ജയസാധ്യത എന്താണെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരൂ. എനിക്കറിയാത്തതുകൊണ്ട്, എനിക്ക് പാലക്കാട്ടെ രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. പിഷാരടിനെ മത്സരിപ്പിക്കുന്നത് കൊണ്ട് 100 വോട്ട് കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരെക്കാൾ ഈ പറഞ്ഞ DCC പ്രസിഡന്റിനും DCC ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളും KS ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KS ഭാരവാഹികളെക്കാളെല്ലാം കൂടുതലായിട്ട് ഈ പറയുന്ന പിഷാരടിക്ക് മാത്രമേ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. പിഷാരടി മത്സരിച്ചില്ലെങ്കിൽ പാലക്കാട് തോക്കും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിഷാരടിനെ മത്സരിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇന്നാളെ മത്സരിപ്പിക്കേണ്ട എന്നല്ലാന്ന് ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ഈ പാർട്ടിയിലുള്ള പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് തല്ലുകൊണ്ട് 10 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന ആൾക്കാരല്ലേ. ഇവരൊന്നും സിനിമാ നടന്മാരോ അല്ലെങ്കിൽ മറ്റേ ഓക്കെ, കേട്ടല്ലോ പുള്ളി പറയുന്ന എന്തൊരു സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്. കറക്റ്റ് അല്ലേ? ഇന്നലെ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കയറിയിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നാനാഭാഗത്തുള്ള എല്ലാ ആളുകൾക്കും, കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും പറയാമല്ലോ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, എന്നെ പിടിച്ച് അവിടെ മത്സരിപ്പിക്കും, എന്നെ പിടിച്ച് ഇവരെ മത്സരിപ്പിക്കും, അങ്ങനെ പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കാമല്ലോ. അങ്ങനെയൊന്നുമല്ല. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള പോലീസിൻ്റെ അടിയും ലാത്തിച്ചാർജും വെയിലും മഴയും ഇതെല്ലാം കൊണ്ട് അവർ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന ആളുകൾക്കാണ് ആദ്യം ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലാതെ ഇന്നലെ കയറി വന്ന ആളുകൾക്കല്ല. ഞാനിവിടെ ആ പോസ്റ്റും കൂടെ വായിക്കാം. രാഹുലിനെ പറ്റി എഴുതാതെ പോകുന്നത് എൻ്റെ മനസാക്ഷിക്കും നീതിക്കും യോജിക്കുന്നതല്ല. പാർട്ടി നിലപാടിനോട് 100% യോജിച്ചുകൊണ്ട് തന്നെ എഴുതണമെന്ന് തോന്നി. ഞാൻ ഒരിക്കലും രാഹുൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നോ ബലാത്കാരം ചെയ്തു എന്നോ കരുതുന്നില്ല. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഞാൻ രാഹുലിനെ വിമർശിച്ചിട്ടുമില്ല. രാഹുലിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളെ വിമർശിക്കുന്നവർക്കെതിരെ ആയിരുന്നു ഞാൻ പ്രതികരിച്ചത്. കണ്ട, പുള്ളി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. രാഹുലിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളെ വിമർശിക്കുന്നവർക്കെതിരെ ആയിരുന്നു ഞാൻ പ്രതികരിച്ചെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. പക്ഷെ ആ പുള്ളി തന്നെ ഇപ്പോൾ മാറ്റി പറയേണ്ട ഒരു അവസ്ഥ വന്നത്. ആ ഒരു കാര്യം ഇവിടെ നിർത്താം. ആരാണ് രാഹുൽ? അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം ഒരക്ഷരം കോൺഗ്രസ് എന്ന പാർട്ടിയെ പറ്റിയോ കോൺഗ്രസ് നേതാക്കളെ പറ്റിയോ ഒരക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. വളരെ ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കും, അല്ലെങ്കിൽ ഇല്ല. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകൾ. അത് കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ തട്ടിയൊരു വാക്കാണ്. നേരെമറിച്ച് മറ്റാരെങ്കിലും ആണെങ്കിലും ഉടനെ എന്തെന്നറിയോ, കണ്ടം ചാടി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മറുകണ്ടം ചാടിപ്പോയേനെ അല്ലേ? അദ്ദേഹം കോൺഗ്രസ് എന്ന ആശയം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇന്ന് പാലക്കാട് പിഷാരടിയെ പ്രഖ്യാപിച്ചത് നിറ കണ്ണുകൾ കൊണ്ടാണ് നോക്കിക്കണ്ടത്. എത്ര ആളുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു പ്രഖ്യാപനം നിറ കണ്ണുകളോടെ കാണേണ്ട ഒരു അവസ്ഥ വന്നത് അല്ലേ? രാഹുലിനെ സീറ്റ് കൊടുക്കും, രാഹുലിനെ തിരിച്ചു കൊണ്ടുവരും, പാർട്ടി കൊണ്ടുവരും, പാർട്ടി രാഹുലിനെ മനസ്സിലാക്കുമെന്ന് ഒരുപാട് ആളുകൾ വിശ്വസിച്ചു പോയി. പക്ഷേ അവിടെയാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് നമുക്കൊക്കെ മനസ്സിലായത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ വിജയിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് രാഹുലിന് വേണ്ടി ഒരുപാട് പ്രചരണങ്ങൾ ചെയ്തിട്ടുള്ള, ജയിക്കാനും പുള്ളിക്ക് വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രചരണങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. ആ രാഹുൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത് മനസാ വാച കർമ്മണ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നു. എല്ലാ ആളുകളെയും അതുപോലെയാണ്. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പം ചിലർ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി
അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനം UDF വരുന്ന ഇലക്ഷന് ജയിക്കണം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ ഒരു പ്രസ്ഥാനത്തിനെ ഇങ്ങനെ ആക്കിയ ഈ ഒരു പ്രസ്ഥാനത്തിന് ഇത്രയും ജനങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തിനോട് ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ കാരണക്കാരായിട്ടുള്ള ആളുകളെ തള്ളിക്കളഞ്ഞ് ആ ഒരു പ്രസ്ഥാനത്തിലുള്ള മറ്റു ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട് രാഹുൽ അല്ലാതെ പിഷാരടിയെ കൊണ്ട് നിർത്തിയാലും ഇനി വേറെ ആരെ കൊണ്ട് നിർത്തിയാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ വിജയിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതും ചെയ്തു. ആ രാഹുൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന മനസാ വാചാ കർമ്മണ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നു. ഒരു യുവനിര ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വന്നതാണ്. പക്ഷെ രാഹുലിൽ ഇല്ലാത്ത എന്ത് യുവനിര? ശരിയല്ലേ? യൂത്ത് കോൺഗ്രസ് തകർന്നില്ലേ? രാഹുൽ എന്ന് രാജിവെച്ചു അന്നോടെ യൂത്ത് കോൺഗ്രസിനെ പറ്റിയിട്ട് പിന്നെ ആരെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനമേ തകർന്നില്ലേ? പക്ഷെ രാഹുലില്ലാത്ത എന്ത് യുവനിര? ആയതുകൊണ്ട് എൻ്റെ പാർട്ടി നേതാക്കളോട് എനിക്ക് അപേക്ഷയുണ്ട്. രാഹുൽ എന്ന മനുഷ്യൻ പാർട്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ മനുഷ്യനെ സീറ്റ് നിഷേധിച്ചതിൽ തെറ്റില്ല. പക്ഷേ ആ മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി പോരാടിയത് മറക്കാൻ കഴിയില്ല. അയാളുടെ തെറ്റുകൾ ഒരു യുവാവിൻ്റെ പോയ തിളപ്പിലുള്ള തെറ്റുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ എത്രയും വേഗം തിരിച്ചെടുക്കാൻ വേണ്ട കാര്യം ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തെ രാജ്യസഭയിൽ അയക്കാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ UDF അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ചെയർമാൻ അല്ലെങ്കിൽ MD ആക്കണം. കാരണം ആ മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെടുന്നു. അതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യ്. സീറ്റോ പാലക്കാട് കൊടുത്തില്ല. ആ ഒരു വ്യക്തിയെ തിരിച്ചെടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങളൊന്ന് കാണിക്കുക. എന്ത് ചോദിച്ചാലും പറയും അതൊക്കെ പ്രസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. എന്ത് പ്രസ്ഥാനമാണ് തീരുമാനിക്കുന്നത്? നിങ്ങളൊക്കെ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ പാർട്ടിയിലുള്ള 1, 2, 3, 4 പേര് ചേർന്ന് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. കാരണം ആ മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടു. ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു പെണ്ണും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കില്ല. ഒരു ഗവൺമെൻറ്റും SIT രൂപീകരിക്കില്ല. ഒരു പോലീസും അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തില്ല. അദ്ദേഹം പാർട്ടിയിൽ വളർന്നു വരുന്ന നേതാവ് കാരണമാണ് ഇതൊക്കെ അനുഭവിച്ചത്. ജയിൽ ജീവിതമടക്കം. അദ്ദേഹം പാർട്ടിയിൽ വളർന്നു വരുന്ന നേതാവുക കാരണം ആണ് ഇതൊക്കെ അനുഭവിച്ചത്. ജയിൽ ജീവിതമടക്കം. നമ്മുടെ മറ്റു പല നേതാക്കളും സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മറ്റു പാർട്ടിയിൽ പോയപ്പോൾ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ശരിയല്ലേ? ഇദ്ദേഹത്തിന് സ്വയം മത്സരിച്ചാൽ ജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. സ്വയം മത്സരിച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്തൊരു കറപ്ഷൻ ഉണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നേതാക്കളെ സീറ്റിന് വേണ്ടി പാർട്ടിയെ സമ്മർദ്ദത്തിൽ ആക്കുന്നവരെക്കാൾ എത്രയോ പാർട്ടി കൂറ് ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കഴിയുന്ന എത്രയും വേഗം ഇദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ കൊണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.